പുല്ലൂപ്പിക്കടവ് ടൂറിസം പദ്ധതി നാടിൻ്റെ മുഖച്ഛായയിൽ വലിയ മാറ്റം ഉണ്ടാക്കി. കാരണം നേരത്തെ ഇതൊരു വേസ്റ്റ് ലാൻഡ് ആയിട്ടുള്ള സ്ഥലമായിരുന്നു. ആളുകൾ കൊണ്ട് വേസ്റ്റൊക്കെ നിക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു. എന്നാൽ മനോഹരമായ വളരെ ഭംഗിയുള്ള ഒരു പ്രദേശമാണ് ഈ പുല്ലൂപ്പിക്കടവെന്ന്. അപ്പോൾ ഈ പദ്ധതി യാഥാർത്ഥ്യമായതോടുകൂടി നല്ലതുപോലെ ആളുകൾ വരികയും ഇവിടെ ഇരിക്കുകയും ആസ്വദിക്കുകയും ഒരുപക്ഷെ നമ്മുടെ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഒരു ഡെസ്റ്റിനേഷനിൽ കൂടുതൽ ആൾ വന്നത് പുല്ലൂപ്പിയാണ്. 1 ലക്ഷത്തിലേറെ ആൾ ഒരു വർഷം കൊണ്ട് വന്നു. അനുബന്ധമായി ഇവിടെ സാധാരണ ചായക്കടകൾ അഡീഷണലായിട്ട് വന്നു. ആളുകളുടെ നിത്യേനയുള്ള ജീവിത നിലവാരത്തിലും ചെറിയ ചെറിയ വരുമാനം വർദ്ധിപ്പിക്കാവുന്ന നിലയിലേക്ക് വന്നു. ജില്ലയിലെ ടൂറിസം മേഖലയിൽ ഒരു പൊതു അന്തരീക്ഷത്തിൻ്റെ വളർച്ച ഉണ്ടാക്കുന്നതിനും നമ്മുടെ പുല്ലൂപ്പിക്കടവ് പദ്ധതി യാഥാർത്ഥ്യമായതോടെ കഴിഞ്ഞു. ഒന്ന്, വളരെ പ്രധാനപ്പെട്ട ഒരു ഉല്ലാസ കേന്ദ്രം ഇവിടെ വന്നു. 2, ഇവിടെ ചുറ്റുപാടുള്ള മനുഷ്യരുടെ ജീവിതത്തിൽ അത് റിഫ്ലക്റ്റ് ചെയ്യാൻ അവർക്ക് ചെറിയ ചെറിയ വരുമാനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന നിലയിലേക്ക് വന്നു. 3, ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു കേന്ദ്രമായി ഇത് മാറി. നമ്മുടെ ജില്ലയിലെ ടൂറിസം മേഖലയിൽ വലിയ കുതിച്ചായിട്ടാണ് ഉണ്ടായത്. അത് വിശേഷിച്ച് മുഴുപ്പിലങ്ങാട് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചാണ്. ആ മുഴുപ്പിലങ്ങാട് പദ്ധതി ഇപ്പോൾ ഒന്നാം ഘട്ടം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. വലിയ ജില്ലയിലെ ടൂറിസം ഭൂപടത്തിലെ പ്രധാന സ്പോട്ടായിട്ട് മുഴുപ്പിലങ്ങാട് മാറും. ഈ മണ്ഡലത്തിൽ വന്നാൽ ഇത്രയധികം ഡെസ്റ്റിനേഷനുകൾ, പയ്യാമ്പലം, ചാൽ ബീച്ച്, നേരെ ഭഗത് സിംഗ് ഐലൻഡ്, വളപട്ടണം, അതോടൊപ്പം തന്നെ കാട്ടാമ്പള്ളി, നേരെ പുല്ലൂപ്പി, ഇങ്ങനെ മനോഹരമായ ടൂറിസം കേന്ദ്രങ്ങളുണ്ട്. ഇത് ആളുകളെ സംബന്ധിച്ച് അവർക്ക് നല്ല ഉല്ലാസ കേന്ദ്രങ്ങളായി മാറ്റാൻ കഴിയുന്നതാണ്. നമ്മൾ കാണാത്ത ഒട്ടേറെ മനുഷ്യരുടെ ജീവിതത്തിൽ, അവരുടെ നിത്യജീവിതത്തിലെ ഒരു വരുമാനത്തിന് സഹായകരമാവുന്ന, അത് സാധാരണ മനുഷ്യരെ, ഗ്രാമപ്രദേശങ്ങളിലെ ആളുകളെ അവരുടെ കുടുംബജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നു എന്നൊരു റിഫ്ലക്ഷൻ, പ്രതിഫലനം കൂടി ഇത്തരം പദ്ധതിയുടെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്.